ഹരി ഓം നമഃ ശിവായ. എല്ലാ സനാതന സാരഥികൾക്കും ശ്രീശങ്കര ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക് ഈ എളിയവൻ്റെ വലിയ സ്വാഗതം, നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം പാശ്ചാത്യ ശാസ്ത്രവിദ്യയായിട്ടുള്ള ന്യൂമറോളജിക്കൽ ഒരു സയൻസാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ കാഴ്ചവെക്കുന്നത്. ഇത് വിഭിന്നമായി എന്തിനെ തിരഞ്ഞെടുത്തു എന്ന ചോദ്യം സ്വാഭാവികമായി നിങ്ങൾക്കുണ്ടായേക്കാം. ഇതിൻ്റെ ന്യൂമറോളജിക്കൽ വശങ്ങളെ സെർച്ച് ചെയ്ത് പരിശോധിച്ച് നിഗമനത്തിൽ വന്നത് മറ്റുള്ള ആൾക്കാരുടെ അനുഭവങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കിയതിൻ്റെ പേരിൽ അത് സത്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഇന്നിങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്യുന്നത്. അതായത് 1-ാം തീയതി, 10-ാം തീയതി, 19-ാം തീയതി, 28-ാം തീയതി ഇങ്ങനെ ജനിച്ച ആൾക്കാർക്കൊക്കെ ഒന്നാണ് അവരുടെ സംഖ്യകൾ വരിക. അതായത് 1-ാം തീയതി ആയിക്കോട്ടെ, 10-ാം തീയതി എന്നുള്ളത് അതിലെ ഒന്നാണ് ബലമായി വരിക. അതുപോലെ 19, 9, 1, 10. ഇപ്പം അങ്ങനെ 19-ാം തീയതിക്കാരുടെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. 28-ാം തീയതി വരുന്നവരും 8, 2, 10 എന്ന് വരുമ്പോഴും അവിടെയും 1 ആണ്. അങ്ങനെയാണ് 1 ഭാഗ്യസംഖ്യയായി വരുന്നവരുടെ 1 എങ്ങനെ തിരഞ്ഞെടുക്കുന്ന വിധി. അപ്പോൾ 1, 10, അതുപോലെ തന്നെ 19, 28 എന്ന തീയതികളിൽ ജനിച്ചവർ അവരുടെ ഭാഗ്യസംഖ്യ 1 ആയിരിക്കും. അതുപോലെ തന്നെ ഇവരുടെ തുണസംഖ്യകളുണ്ട്. 2, 4, 7 ഇതൊക്കെയാണ് ഇവരുടെ തുണസംഖ്യകൾ എന്ന് പറയാം. അതുകൂടാതെ തന്നെ ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ ഒത്തുകിട്ടിയാലും ഈ തുണസംഖ്യയോ ജനിച്ച സംഖ്യയോ ജനിച്ച ഭാഗ്യസംഖ്യയോ ഒത്തുകിട്ടിയാൽ ഒന്നുകാർക്ക് അനുകൂലമായിരിക്കും. ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ അവരുടെ തുണസംഖ്യയോ ഒത്തുകിട്ടിയാൽ അവരുടെ വളരെ വിശേഷമുള്ള ഭാഗ്യമുള്ള ദിനങ്ങളായിരിക്കും ആ ദിവസങ്ങൾ. അതായത് 2, 11, അതുപോലെ 20, 29 ഇങ്ങനെയുള്ള ആ ദിവസങ്ങളൊക്കെ വരുമ്പോൾ അതും ഇവരുടെ തുണസംഖ്യകളാണ്. അതുപോലെ തന്നെ 4-ൻ്റെ തുണസംഖ്യകൾ ഞാൻ നേരത്തെ പറഞ്ഞു. 4, 7, 2 ഇങ്ങനെയുള്ള തുണസംഖ്യകൾ വരുന്ന ദിവസം അല്ലെങ്കിൽ ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ വരുന്ന ദിവസമോ അല്ലെങ്കിൽ ഇവരുടെ ഭാഗ്യസംഖ്യയായിരിക്കുന്ന ആ 1 എന്ന് വരുന്ന ദിവസം ഞായറും തിങ്കളാഴ്ച വന്നാലും അവർക്ക് ഭാഗ്യങ്ങളെ കൊണ്ടുവരുന്നതായിരിക്കും. ആ ദിവസങ്ങളായിരിക്കണം അവരുടെ വിശേഷമുള്ള ദിവസങ്ങളായി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ തുടങ്ങുന്നതിന് അവർ തിരഞ്ഞെടുക്കേണ്ടത്. എന്ത് ഇതായിക്കോട്ടെ, ഏത് കാര്യങ്ങളായാലും അവരുടെ ജോലി ആയിക്കോട്ടെ, അവരുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടുന്ന എന്തൊരു കാര്യങ്ങളും ആ ദിവസങ്ങളിലോ 1 വരുന്ന സംഖ്യകളിലോ അല്ലെങ്കിൽ 2, 4, 7 വരുന്ന ദിവസങ്ങളിലോ അല്ലെങ്കിൽ അതിൻ്റെ തുണസംഖ്യകളോ തിരഞ്ഞെടുക്കുന്നത് വളരെ ശുഭകരമായിരിക്കും 1-ാം തീയതി ജനിച്ച ആൾക്കാർക്ക്. 7-ൻ്റെ തുണസംഖ്യകളാണ് 7, 16, 25. ഈ ദിവസങ്ങളും ഇവർക്ക് ഗുണങ്ങളായിരിക്കും. അപ്പോൾ 2, 4, 7 വരുന്ന ദിവസങ്ങളോ അതിൻ്റെ തുണസംഖ്യകളോ ഇവർക്ക് വളരെ ഗുണങ്ങൾ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവരുടെ മറ്റൊരു വിശേഷം എന്ന് പറയുന്നത് മാർച്ച് 21, ഏപ്രിൽ 28, അതുപോലെ ജൂലൈ 21, ആഗസ്റ്റ് 28 ഈ മാസങ്ങൾ ഇവർക്ക് വളരെ
വിശേഷമായിരിക്കും. ഈ മാസങ്ങളിൽ 10, 1, 19, 28 ഇങ്ങനെ തീയതികൾ ജനിക്കുക, അല്ലെങ്കിൽ അവർക്ക് ഗുണങ്ങൾ ചെയ്യുന്ന ആ ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ ജനിച്ചാലോ വളരെ വളരെ ഉന്നതിയിൽ എത്തിപ്പെടുന്നതായിരിക്കും. ഇവർ സ്വാഭാവികമായി വളരെ ലീഡർഷിപ്പുള്ള, അതായത് രാജ്യം ഭരിക്കാൻ കഴിവുള്ള, അല്ലെങ്കിൽ മന്ത്രിസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ തന്നെ മറ്റുള്ള പൊതുകാര്യങ്ങളിലും ഇവർ വളരെ മുൻപന്തിയിൽ നിൽക്കുന്നതായിരിക്കും. ഒരു മധ്യത്തിൽ ഇവർ നിൽക്കില്ല. ഒന്നില്ലെങ്കിൽ തനി താഴെ കിടക്കുന്ന ഒരു ലോക്കലായിട്ടുള്ള ഒരാളായാലും അതിലും അവനെ തോൽപ്പിക്കാൻ ആരും ഉണ്ടാവില്ല എന്ന് പറയാം. അപ്പോൾ ഇവർ ഏതൊരു മേഖലയിൽ പോയാലും ഇവർ വളരെ അതിൽ പ്രഗത്ഭനായിരിക്കും. ഒരു വാക്ചാതുര്യം അല്ലെങ്കിൽ ഒരു കമാൻഡിങ് പവർ ഇവർക്ക് സ്വാഭാവികമായി ഉണ്ടായിരിക്കും. ഇവർ വലിയൊരു ലീഡർഷിപ്പിൻ്റെ ഉടമകളായിരിക്കും. അത് നല്ല വഴിയായിക്കോട്ടെ ചീത്ത വഴിയായിക്കോട്ടെ അതിലിവരെ പ്രത്യേകിച്ചൊരു നൈപുണ്യം ഇവർക്കുണ്ടാവും. ഇനി പ്രത്യേകിച്ച് ഈ പറയുന്ന ഈ 4 മാസങ്ങളിൽ ഇവരുടെ ജീവിതത്തിലെ നല്ല നല്ല കാര്യങ്ങൾ അന്ന് നമ്മൾ സെറ്റ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഇപ്പോൾ ഒരു വിവാഹമായിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു തൊഴിൽ, പുതിയൊരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നതാണെങ്കിൽ ഈ 4 മാസങ്ങളിൽ തിരഞ്ഞെടുക്കുന്നത് വളരെ വിശേഷമായിരിക്കും. അല്ലെങ്കിൽ ഇവരെ സംഖ്യാശാസ്ത്രം വരുന്ന ദിവസം, അല്ലെങ്കിൽ ഞായറോ തിങ്കളോ വരുന്ന ദിവസമോ തിരഞ്ഞെടുക്കുന്നത് വളരെ വിജയത്തിലേക്ക് എത്തിപ്പെടുത്തും ഇവരെ. ഒരു സംശയം വേണ്ട. അത് ഒരുപാട് പേരെ റിസർച്ച് ചെയ്തെന്നും മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്നിട്ടും അവർക്ക് മാറ്റമില്ലെങ്കിൽ ഇവരുടെ പേരുകൾ സെറ്റ് ചെയ്യണം. അതായത് 1-ാം തീയതി ജനിച്ച ആൾക്കാരുടെ ന്യൂമറോളജിക്കൽ നെയിം സെറ്റ് ചെയ്തിട്ട് ഈ ഒന്നിലേക്ക് വരുത്തക്ക രീതിയിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഓരോ അക്ഷരത്തിനും ഓരോ ന്യൂമറോളജിക്കൽ സംഖ്യയുണ്ട്. ഓരോ ആൽഫബറ്റിക് ഓർഡറിനും ഓരോ ന്യൂമറോളജിക്കൽ സംഖ്യയുണ്ട്. അത് വരത്തക്ക രീതിയിലായിരിക്കണം അത് സെറ്റാക്കേണ്ടത്. ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് നമുക്ക് ഫലങ്ങളില്ലെങ്കിൽ അവരുടെ പേരുകൾ ന്യൂമറോളജിക്കലേക്ക് മാറ്റി സെറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മളുടെ പേരൊക്കെ നമ്മൾ എന്തായാലും ഇനീഷ്യലൊക്കെ നമ്മൾ ഔദ്യോഗികമായി രജിസ്റ്റർ ആയതുകൊണ്ട് ഔദ്യോഗിക കാര്യങ്ങൾക്ക് മാത്രം ആ പേരുകൾ ഉപയോഗിക്കാം. അതല്ലാതെ മറ്റുള്ള സകല കാര്യങ്ങൾക്കും, ഇപ്പോൾ നാട്ടിലായിക്കോട്ടെ മറ്റുള്ള ലീഗലല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ നമ്മൾക്ക് ഇത്തരം പേരുകൾ ഉപയോഗിക്കാം. നേരെ മറിച്ചൊരു കോടതി അല്ലെങ്കിൽ ഒരു സ്കൂൾ തലത്തിലുള്ളവരാണെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് രജിസ്റ്റർ ആയത് കൊണ്ട് ആ പേര് തന്നെ നമ്മൾ ഉപയോഗിക്കുക. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും പുതിയ ആ ന്യൂമറോളജിക്കൽ സംഖ്യ വരത്തക്ക രീതിയിൽ നമ്മുടെ ഇനീഷ്യൽ ആൽഫബറ്റിക്കായിട്ടുള്ള ആ അക്ഷരങ്ങളിൽ കുറച്ച് ചേഞ്ചുകളൊക്കെ വരുത്തി ആ ഭാഗ്യത്തിലേക്ക് നമ്മളെ വഴിതിരിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഫിലിം സ്റ്റാറുകളൊക്കെ ശ്രദ്ധിച്ചാൽ എന്തറിയാം, അവരെല്ലാവരും അത്തരത്തിൽ ന്യൂമറോളജിക്കൽ സംഖ്യ സെറ്റ് ചെയ്തിട്ടാണ് അവരുടെ പേരുകളൊക്കെ പബ്ലിഷ് ചെയ്യുന്നത്. ഇപ്പം മമ്മൂട്ടി എന്ന് പറയുന്ന ആ കലാകാരൻ്റെ ഔദ്യോഗിക നെയിം മുഹമ്മദ് കുട്ടി എന്നാണ്. അത് ഒരിക്കലും മാറ്റാൻ കഴിയില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ കലാരംഗത്തുള്ള സകല പേരുകളും മമ്മൂട്ടി എന്നാക്കിയത് അദ്ദേഹത്തിൻ്റെ ന്യൂമറോളജിക്കൽ സംഖ്യ സെറ്റ് ചെയ്തതാണ്. അതുപോലെ ദിലീപ് ചേട്ടൻ്റെ സംഖ്യാശാസ്ത്ര ക്രമത്തിലാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അതായത് ദിലീപ് എന്ന് നോക്കിയാൽ കാണാൻ പറ്റും. ദിലീപ് എന്ന് പറയുന്ന ആ പേര് നിങ്ങൾ നോക്കുക, അതിൽ ദിലീപ് എന്ന് ആക്കി ന്യൂമറോളജിക്കൽ സെറ്റ് ചെയ്ത് കാണാൻ പറ്റും. അപ്പം അദ്ദേഹത്തിൻ്റെ ജനന സംഖ്യ ഏതാണോ അതിലേക്ക് അദ്ദേഹത്തിൻ്റെ പേരിനെ കൂടി ഒരേ രീതിയിൽ വരുത്തും. അതായത്
ഒന്നാണ് എൻ്റെ ജന്മ ഭാഗ്യ നമ്പറെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് കൂട്ടി വരുമ്പോഴും 1 വരത്തക്ക രീതിയിൽ സെറ്റ് ചെയ്താൽ ഈ ജന്മത്തിൽ നമ്മൾക്ക് നിർഭാഗ്യങ്ങളായിരുന്നുവെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് ഭാഗ്യങ്ങൾ വരാൻ തുടങ്ങും. പല ഫിലിം സ്റ്റാറിൻ്റെയും ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഇത് തന്നെ ചിലർക്ക് ജന്മത്തിൽ വരും. അതാണ് അവരുടെ സുഹൃതം എന്ന് പറയുന്നത്. അവരുടെ ജന്മസംഖ്യയിൽ അവരെ പൂർവികർ അറിഞ്ഞോ അറിയാണ്ടോ പണ്ട് കാലങ്ങളിൽ നിന്ന് അറിയാതെയാണ് എല്ലാവരും ഇടുക. അത് തുല്യമായിട്ട് ചിലപ്പോൾ വരാം. ഇവർ ജനിച്ച സംഖ്യ, അവരുടെ പൂർവികർ, അവരുടെ മാതാപിതാക്കൾ അറിയാതെ ഒരു പേരിടുമ്പോൾ ആ പേര് ശരിക്കും ന്യൂമറോളജിക്കൽക്ക് സെറ്റാവും വരും. അതാണ് അവരുടെ ഭാഗ്യം എന്ന് പറയുന്നത്. ജാതക ഗുണം എന്നൊക്കെ പറയുന്നത് അതാണ്. അപ്പോൾ ജാതക ഗുണം ഇല്ല എന്ന് പറയുന്ന ആൾക്കാരുടെ പേരുകളൊക്കെ ഒന്നുകൂടി ചെക്ക് ചെയ്ത് ആ ന്യൂമറോളജിക്കൽ നെയിമിലേക്ക് സെറ്റ് ചെയ്താൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങും. ഒരുപാട് പേർക്ക് അത് സെറ്റ് ചെയ്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അവർക്കൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ജീവിതത്തിൽ മാറ്റങ്ങളും ഐശ്വര്യങ്ങളും വന്നിട്ടുണ്ട്. ഇതാണ് ഇവരുടെ 1-ാം തീയതി ജനിച്ചാലുള്ളവരുടെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ ഇവരുടെ കല്ലുകൾ, അതായത് ഇവർ ഭാഗ്യങ്ങൾ വന്നു ചേരാനുള്ള കല്ല്, അതായത് മാണിക്യം, മഞ്ഞപുഷ്യരാഗം ഒക്കെ ഇവർ ധരിച്ചാൽ ഇവരുടെ ഒരു മോതിരമുണ്ടാക്കി മോതിരത്തിൻ്റെ അടിവശം നമ്മുടെ ശരീരം തൊടത്തക്ക രീതിയിൽ ആ കല്ല് സെറ്റ് ചെയ്ത് അണിഞ്ഞാൽ ഇവർക്ക് ഐശ്വര്യപൂർത്തികളൊക്കെ വന്നു ചേരും. അതുപോലെ ഇവരുടെ നിറം എന്ന് പറയുന്നത് സ്വർണ്ണവർണ്ണങ്ങളിലുള്ള നിറങ്ങളാണ് ഇവർക്ക് കൂടുതലും മാച്ചാവുക, ഭാഗ്യത്തെ കൊണ്ടുവരിക. സ്വർണ്ണ കളറോ അല്ലെങ്കിൽ മഞ്ഞ കളറോ ഒക്കെ ഇവർക്ക് ഗുണങ്ങൾ ചെയ്യും. അല്ലെങ്കിൽ തവിട്ട് നിറം, അതുമല്ലെങ്കിൽ കറുപ്പ് നിറം. കൂടുതലും മഞ്ഞ നിറം സ്വർണ്ണ കളറൊക്കെ ആയി എടുക്കാം. എപ്പോഴും മഞ്ഞ കളർ ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആഷ് കളറോ കറുപ്പ് കളറൊക്കെ ഉപയോഗിക്കാം. ഇവരുടെ റൂമുകൾ പരമാവധി മഞ്ഞ കളറിലേക്ക് സെറ്റ് ചെയ്യുന്നത് വളരെ ഭാഗ്യത്തെ കൊണ്ടുവരും. സ്വർണ്ണ കളറിലേക്കോ ഒക്കെ കൊണ്ടുവന്നാൽ, അല്ലെങ്കിൽ വീട്ടിലെ ഇവർ കിടക്കുന്ന റൂമിൻ്റെ കർട്ടനുകൾ അല്ലെങ്കിൽ വിരികളൊക്കെ ആ ഒരു നിറത്തിലേക്ക് കൊണ്ടുവന്നാൽ വളരെ വളരെ ഭാഗ്യത്തെ കൊണ്ടുവരും. ഇനി ഇവർക്ക് അനുയോജ്യമല്ലാത്ത കുറച്ച് കാലങ്ങളുണ്ട്. ഒക്ടോബർ മാസം, ഡിസംബർ മാസം, അതുപോലെ ജനുവരി മാസം. ഇതൊക്കെ ഇവർക്ക് ഗുണത്തെ കുറയ്ക്കും, രോഗത്തെ കൊണ്ടുവരുന്ന ഒരു മാസം കൂടിയാണ്. അപ്പോൾ ഇവർക്ക് സ്വാഭാവികമായിട്ട് രക്തസമ്മർദ്ദങ്ങൾ കൂടുന്ന ഒരു ആൾക്കാരായിരിക്കും. കണ്ണിന് കാഴ്ച വളരെ കുറവുള്ളവരായിരിക്കും. അപ്പോൾ അതിനൊക്കെ ആ കാലങ്ങളിൽ പ്രത്യേകിച്ച് അതിനുള്ള പ്രിക്കോഷനൊക്കെ എടുത്താൽ ഇവർക്ക് ഗുണങ്ങൾ ഉണ്ടാവും. അങ്ങനെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ഇവരുടെ ജീവിതം വളരെ വിജയമായിരിക്കും. ഈ ന്യൂമറോളജിക്കൽ സംഖ്യ ശാസ്ത്രം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിലും ഡീപ്പായിട്ട് പറയാനുണ്ട്, പക്ഷെ സമയം വളരെ കുറച്ചുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. സമയം കൂടിപ്പോകുമ്പോൾ ചിലർ പറയുന്നുണ്ട് സമയം കൂടിപ്പോയി എന്നൊക്കെയുള്ളൊരു പരാതി ഉള്ളത് കൊണ്ടാണ് വളരെ വളരെ കുറച്ച് ഞാൻ എപ്പിസോഡ് ചെയ്തത്. ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നുന്നുവെങ്കിൽ എൻ്റെ ഈ എളിയ ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അനുഗ്രഹം തുടർന്നും ഈ ചാനലിൽ ഉണ്ടാവണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരിയോ നമഃ ശിവായ.